മാർക്കോ എന്ന സിനിമ എല്ലാവരും കണ്ടിട്ട് വയലൻസിന് വലിയ രീതിയിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ട് ഇത്ര അടിപൊളിയായിട്ട് ഒരു വയലൻസ് പടം ഞാൻ കണ്ടിട്ടില്ല. ഈ അടുത്താണ് നമ്മുടെ ജോർജ് വർഗീസ് ഇറങ്ങിയ ഒരു പണി എന്ന സിനിമ വന്നത്. ആ ഒരു സിനിമയിൽ ഒരു സ്ത്രീയെ വളരെ ബ്രൂട്ടൽ ആയിട്ട് ബലാത്സംഗം ചെയ്ത ഒരു സീൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് VK ബൈജുവിനെ പോലെയുള്ള ആളുകളൊക്കെ വലിയ ഡയലോഗ് അടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ലോകത്തിന്റെ ചരിത്രം അറിയാത്തവരുടെ വ്യാമോഹം മാത്രമാണ്, ആ ഒരു സിനിമ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോർജു എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള ആളായതുകൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൂടാതെ അദ്ദേഹത്തിന് സംഘപരിവാറിനോട് വലിയ താല്പര്യമില്ല. ഇതെല്ലാം കൂട്ടി വെച്ചുകൊണ്ടാണ് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ തെണ്ടി. പക്ഷെ ഈ ഒരു സിനിമ മാർക്കോ വയലൻസിന്റെ അങ്ങേയറ്റം, അതിഭയാനകമായിട്ടുള്ള മാരകമായിട്ടുള്ള വയലൻസിന് പ്രാധാന്യം നൽകി ഇറങ്ങിയിട്ടുള്ള മാർക്കോ എന്ന സിനിമയോട് കൂടിയിട്ട് അടിപൊളിയായിട്ടൊരു വയലൻസ് പടം ഞാൻ കണ്ടിട്ടില്ല. ഇത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട്. മോസ്റ്റ് വയലന്റ് ഫിലിം ഇൻ മലയാളം. ഞെട്ടി തരിച്ചുപോയി എന്റെ പൊന്നെ. പക്കാ വയലൻസ് പടം. സമാജം സ്റ്റാർ എന്ന വിളിപ്പേരിൽ ജിഹാദികൾ വിളിച്ചിരുന്ന ആളാത്രേ ഇപ്പൊ വലിയ സ്റ്റാറാ. ആരാ പറയുന്ന അറിയോ? കൃഷ്ണരാജ്, അഡ്വക്കേറ്റ് കൃഷ്ണരാജ്. ഒരല്പം മട്ടുണ്ടല്ലേ. ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ഹിന്ദുക്കൾക്ക് യാതൊരു ആവശ്യവുമില്ലാത്ത, ഹിന്ദുക്കളുടെ പേര് വളരെ മോശപ്പെട്ട രീതിയിലേക്ക് ചിത്രീകരിക്കുന്ന കൃഷ്ണരാജ് പറഞ്ഞതാ. ആദ്യത്തെ അനുഭവം എനിക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പോസ്റ്റ് ഇട്ട സമാജം സ്റ്റാർ ഇമേജ് ഉണ്ടാക്കി കൊടുത്തവൻ ഈ ജിഹാദികളുടെ കൂടെ കിടപ്പായി. ഓക്കെ, ജിഹാദികളാണത്ര അല്ലെങ്കിൽ മുസ്ലിങ്ങളാണത്ര സമാജം സ്റ്റാർ എന്ന പേര് അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തു. സമാജം സ്റ്റാർ എന്ന പേര് അദ്ദേഹത്തിന് ഉണ്ടാവാനുള്ള കാരണം ആ ഒരു സിനിമയുടെ രാഷ്ട്രീയം തന്നെയായിരുന്നു. ഇത് എന്റെ മാത്രം ഉണ്ണിമുകുന്ദൻ ഷോ എന്ന രീതിയിൽ ഒരു സിനിമ ഒരിക്കലും വിജയിക്കില്ല. ഞാൻ എന്താ പറയുന്നത്, ഇറ്റ്സ് എ കംപ്ലീറ്റ് പാക്കേജ്. തീവ്ര മനോഭാവമുള്ള ആളുകളായിരുന്നു അതിനെ പൊക്കി അടിച്ചതും. അതിനോട് ഉദ്ദേശമുള്ള ആളുകൾ ഉണ്ടാവും, രാഷ്ട്രീയപരമായിട്ടും ഉണ്ടാവും, മതപരമായിട്ടും ഉണ്ടാവും. അവരാണ് സമാജ സ്റ്റാർ എന്ന പേരിട്ടത് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ട്രോളന്മാർ ഇട്ട് കൊടുത്താൽ നമ്മൾ കണ്ടതാ. ഞങ്ങൾ തമ്മിലുള്ള ഇടപാടാ. സ്റ്റാർ അതിനായി ആണി ശ്രമത്തിലാണോ എന്നൊരു സംശയമില്ലാതില്ല. ഓക്കെ, ഇദ്ദേഹം അതിനു വേണ്ടിയിട്ട് സഹകരിച്ചുകൊണ്ടാണ് സിനിമയുടെ കൂടെ നിൽക്കുന്നതെന്ന് പറയുന്നത്. മനുഷ്യന്റെ ഒരു അവസ്ഥയെ അയ്യേ കഷ്ടം. ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന കാരണം എന്താ നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ. ആ സിനിമയുടെ സംവിധായകൻ, രചനയും സംവിധാനം ചെയ്തിരുന്നത് ഹനീഫ് അദേനി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്, ഒരു മുസ്ലിമാണ്. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്. സിനിമ രചനയും അതുപോലെ തന്നെ സംവിധാനവും ചെയ്തിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. നിർമ്മിച്ചത് ഷെരീഫ് മുഹമ്മദ്. എല്ലാ മുസ്ലിങ്ങളാണ്. ഈ കുടുംബത്തിലെ വലിയവരായാലും ശരി ചെറിയവരായാലും ശരി പേരും നാളും നക്ഷത്രമൊക്കെ കൃഷ്ണന് മനപ്പാടാ. അയാൾക്കിട്ട് കുറച്ച് മറുപടി വെക്കാം. നല്ലതും പറയണം, തന്തക്ക് വിളി കേൾക്കണം, കിടന്നുറങ്ങണം. ഒരു അഡ്വക്കേറ്റിന്റെ ജീവിതം. അടിപൊളി, കറക്റ്റ്. കൃഷ്ണൻ തമാശ പൊട്ടിച്ചതാ. തമാശ പൊട്ടിച്ചത് നിന്നോളൂ. ചേട്ടാ, എല്ലാ ബഹുമാനത്തോടു കൂടി നിങ്ങൾ ഇപ്പോൾ ഇത്തിരി ഓവറാണ് എന്നത് പറയാതിരിക്കാൻ വയ്യ. ഞാനൊരു മതേതരവാദി ഒന്നുമല്ല, എങ്കിലും നിങ്ങൾ ഇപ്പോൾ പറയുന്നതും മറുവശം ചെയ്യുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. എല്ലിന്റെ ഇടയിൽ വറ്റു കുത്തിയിട്ട് തന്നെ അല്ലാണ്ടെന്താ പറയാ. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ, കരുതി കൂട്ടിയല്ലേ.